മന്ത്രി ഗണേഷ് കുമാർ തൊഴിലാളികളോടുള്ള സമീപനം കുറെ കൂടെ മെച്ചപ്പെടുത്തിയാൽ കൊള്ളാം എന്നാണ് എനിക്ക് തോന്നിയത്. കാസർഗോഡ് നിന്ന് തിരിക്കുന്ന ഒരു ബസ് 10-12 മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തണം. അതിനകത്തിരിക്കുന്ന പാസഞ്ചർ 50 പാസഞ്ചേഴ്സും 50 ആവശ്യങ്ങൾക്കായി 50 സ്ഥലങ്ങളിലേക്ക് പോവേണ്ടവരാണ്. അവർ ടെൻഷൻ പിടിച്ചാണ് അതിനകത്തിരിക്കുന്നത്. അവരുടെ ജീവൻ രക്ഷിച്ച് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ഈ 10-12 മണിക്കൂറിനുള്ളിൽ നമ്മുടെ റോഡ് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്, ഓടി അവർ തിരുവനന്തപുരത്ത് എത്തിക്കുമ്പോൾ ഇതിനിടയിൽ അവർ കുടിക്കുന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റിന്റെയോ ഒരു കവറൊക്കെ അതിനകത്ത് അവർ ഇട്ടു എന്ന് വരാം. അതൊരു ശരിയായ പ്രവണതയാണ് എന്നൊന്നും എനിക്ക് വാദമില്ല. പക്ഷെ അത് സംഭവിക്കാം. അതിന് ഇതാണോ പരിഹാരം? നമ്മുടെ യാത്രാ മധ്യേ ഏതെങ്കിലും ഒരു തൊഴിലാളി വന്ന് ബസ്സിനകത്ത് കിടക്കുന്ന കുപ്പിയും ഇതുപോലുള്ള ബിസ്ക്കറ്റിന്റെ കവറുകളും അതും ഇതുമൊക്കെ പറക്കിയെടുക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഒരു സ്റ്റോപ്പിൽ നിന്നും 10-100-150 കിലോമീറ്റർ അകലെയുള്ള അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോൾ അവിടെ ഒരു തൊഴിലാളി വന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് പോവുകയാണ്. അപ്പോഴും പാസഞ്ചേഴ്സ് അതിനകത്ത് തന്നെ ഉണ്ടാവും. എന്നാൽ കേരളത്തിൽ ഈ രീതിയില്ല. ഈ രീതിയല്ലേ മന്ത്രി ഗണേഷ് കുമാർ ചെയ്യേണ്ടത്? ഒരു വകുപ്പിനെ നന്നാക്കാൻ അതിന്റെ സിസ്റ്റങ്ങളെയാണ് ആദ്യം നന്നാക്കേണ്ടത്. തൊഴിലാളികൾ അതിന്റെ ഭാഗമാണ്. സിസ്റ്റം നന്നാകുമ്പോൾ തൊഴിലാളികൾ നേരെ നന്നായിക്കൊള്ളും. മന്ത്രി ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ടിനെ നന്നാക്കണം എന്നുള്ള ചിന്തയുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. അദ്ദേഹം വിദേശ രാജ്യങ്ങളുടെ ട്രാൻസ്പോർട്ടുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഞങ്ങളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ആ ട്രാൻസ്പോർട്ടൊക്കെ എത്ര കൃത്യമായിട്ടും ക്ലീൻ ആയിട്ടുമാണ് സൂക്ഷിക്കുന്നത്. പക്ഷെ അതൊന്നും ഡ്രൈവർമാരല്ല ചെയ്യുന്നത്.